ഹലോ, ഇവിടെ ആളല്ലേ? ആ, ലോലന്റെ വീടല്ലേ? അതെ. ആളെന്ന് വിളിക്ക്. ചേട്ടാ, ഷിപ്പി ഇവിടെ ഇവിടെ നിക്കണ്ടായിരുന്നല്ലോ. ചേട്ടാ, ചേട്ടൻ പെട്ടെന്ന് കോയമ്പത്തൂർക്ക് പോയി. ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം? എന്താണ് കോയമ്പത്തൂര്? അപ്പച്ചിയുടെ മോന്റെ വെല്ലിച്ചന്റെ പ്രസവം. നിങ്ങളുടെ വല്യച്ഛൻ പ്രസവിക്കോ? അല്ല, വെല്ലിച്ചന്റെ അമ്മൂമ്മയുടെ പ്രസവം. അമ്മൂമ്മയുടെ പ്രസവം? അയ്യോ അല്ല, അമ്മൂമ്മയുടെ മോളുടെ. എപ്പഴാ വരഞ്ഞ്? ഇനിയിപ്പം 2-3 ദിവസം കഴിയായിരിക്കും. അത് ശരി. നിങ്ങള് ഈ പലിശക്കാരെ കാശെടുത്തിട്ട് അവർക്ക് എതിരെ പരാതി കൊടുത്തിരുന്നോ? ആ, കൊടുത്തിരുന്നു. സഖിയായിട്ട് കൊടുത്തതാ സാറേ. കൊട്ടേഷൻ സംഘത്തിൽ നിന്നെങ്ങാനാണോ? ചേട്ടാ, ചേട്ടൻ കോയമ്പത്തൂർക്കെന്ന് പറഞ്ഞ അതെ, ഗതികേട് കൊണ്ട് കൊടുത്തതാ സാറേ. ഇപ്പൊ ഞങ്ങള് മേടിച്ച പൈസയുടെ 3 ഇരട്ടി വരെ തിരിച്ചു കൊടുത്തു. എന്നിട്ടും ആ കാലം സമ്മതിക്കാതായപ്പോഴാ പരാതി കൊടുത്തത്. നിങ്ങളാണോ ലോലിതൻ? അതെ. അത് ശരി. ഈ വീടിന് ഈ വഴി അല്ലാണ്ട് പിന്നെ വേറെ വഴിയുണ്ടോ? ഇല്ല. അത് ശരി. അപ്പൊ നിങ്ങള് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിയാ? കോയമ്പത്തൂര് പോയി, പക്ഷെ ഇനി പോവേ ഉള്ളൂ. പോയി ഒരു പ്രാവശ്യം, ഇനി രണ്ടാമത് നിങ്ങളൊന്നുകൂടി പോകും അല്ലേ? നിങ്ങൾ ഈ പലിശക്ക് കാശ് എടുത്തിട്ട് പിന്നെ അവർക്കെതിരെ പരാതി കൊടുക്കണ്ടോ? സാറ് പോലീസിൽ നിന്നാണോ? ഞാൻ എവിടെന്നെങ്കിലും ആവട്ടെ. ഉണ്ടോ? പരാതി കൊടുത്തത് ഞാനാ, പക്ഷെ അത് എഴുതി തന്ന ഇവളാ. അത് സാറേ, 1 ലക്ഷം രൂപ വാങ്ങിയിട്ട് 108 രൂപ വെച്ച് പലിശ 4-5 വർഷം കൊടുക്കുമ്പോ സാറായാലും പരാതി കൊടുത്തു പോവും. ഓഹോ, അത് ശരി. അപ്പൊ ഒരു രേഖ ഇല്ലാതാണോ നിങ്ങള് പലിശ കാശ് എടുത്ത്? രേഖ കൊടുത്തായിരുന്നു, 4 ചെക്ക് കൊടുത്തു. ഓ, അത് ശരി. അപ്പൊ നല്ല ബാങ്ക് ബാലൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങള് അല്ലേ? അയ്യോ, പേരിനൊരു അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഞാൻ പാസ്ബുക്ക് കാണിക്കാം. 1000 രൂപ പോലും കാണത്തില്ല അതില്. സാറേ, ചെക്ക് കൊടുക്കാതെ എന്നെ എവിടെയും കാണിച്ച് ആര് കാശ് തരാൻ സാറേ? പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് അലുമിനിയം പാത്രം, എന്റെ കുറച്ച് ഷർട്ടും, ഇവിടെ കുറച്ച് മാക്സിയും നൈറ്റി, അതൊക്കെ ഉള്ളൂ. എന്നിട്ട് 15 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട് സ്ഥലമൊക്കെ വിറ്റ് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കൊറേ ചീത്ത വിളിച്ചു. സാറേ, എന്നെ വിളിച്ച ചീത്ത കേൾക്കണോ സാറിന്? എന്നെ തെറി വിളിച്ചു, അത് സാറിന് കേൾക്കണോ? വേണ്ട വേണ്ട വേണ്ട, ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ തെറിയും കൂടെ കേൾക്കണ്ടല്ലോ ഞാൻ. ഇതൊന്നും അല്ലാതെ ഏട്ടൻ ഓടിച്ചോണ്ട് നടന്ന ബൈക്ക് എടുത്തോണ്ട് പോയി അയാളുടെ ആൾക്കാര്. അപ്പൊ ഈ ബൈക്ക് പോയപ്പോ തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ എന്താണ്? അതില് ബുക്കും പേപ്പറും ഒന്നും ഉണ്ടായിരുന്നില്ല സാറേ. അല്ല, അത് പോണെങ്കി അങ്ങോട്ട് പോട്ടെ, കാശ് കൊടുത്ത് മേടിച്ചൊന്നും അല്ലല്ലോ. പിന്നെ മോഷ്ടിച്ചാങ്ങള്? മോഷ്ടിച്ചല്ല, അത് ഇവള് പറഞ്ഞ പ്രകാരം ഞാൻ പോയി പിടിച്ചെടുത്തോണ്ട് വന്നാണ്. പിടിച്ചെടുക്കാൻ നിങ്ങൾ എന്താണ്, മോട്ടോർ വാഹന വകുപ്പിലെ വല്ല ഉദ്യോഗസ്ഥരാണോ നിങ്ങള്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ ഏട്ടൻ ഒരു ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞ് എന്റെ സ്വർണ്ണം ഒക്കെ വിറ്റു. എന്ത് ബിസിനസ്? അത് സാറേ, ബിസിനസ് എന്ന് പറയുമ്പോ ഈ അത്യാവശ്യത്തിന് പൈസ എടുക്കാൻ ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിട്ട് കുറച്ച് പൈസ നമ്മൾ കൊടുത്തിട്ട് വളരെ ചെറിയ രീതിയിൽ ഒരു 15% പലിശക്കൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ ബിസിനസ് കൊടുക്കുക. പലിശക്ക് കൊടുക്കുന്ന പോലെ. പോലല്ല, പലിശ കൊടുക്കന്നെ. എന്നിട്ട് ഈ കാശൊക്കെ അങ്ങനെ പോയത് നിങ്ങളെന്തല്ല നോട്ടറിട്ടിപ്പ് പണിയിലും ഏർപ്പെട്ടോ? നോട്ടറിട്ടിപ്പ് പണിയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്റെ സാറേ, ഞാൻ സത്യം പറയാം, ഇങ്ങനെ പൈസ മുഴുവൻ കൊടുത്തത് കണ്ട പെണ്ണുങ്ങൾക്കാ. എന്നിട്ട് പലിശ ചോദിക്കാൻ ചെല്ലുമ്പോ അവര് ചിരിച്ചു കാണിക്കും, അതും കണ്ട് ഇങ്ങോട്ടിങ്ങ് പോരും. അവര് ചിരിച്ചതും വർത്താനം പറഞ്ഞതും ഒക്കെ ഈ ആണുങ്ങളെ മയക്കാനാന്ന് ഈ മനുഷ്യനെ അറിയാതെ പോയി. നിങ്ങളിപ്പോ ഈ ആൾക്കാർക്ക് ഈ കായ് കൊടുത്തതിന് എന്തൊക്കെ രേഖകളാണ് വാങ്ങിയത് നിങ്ങള്? എന്ത് രേഖയാണ് സാറേ വാങ്ങിക്കാൻ വേണ്ടിട്ട്? ഈ തൊഴിലുറപ്പ് പദ്ധതിയിലെ പെണ്ണുങ്ങളുടെ കയ്യിൽ, അണ്ടി ഓഫീസിലെ പെണ്ണുങ്ങളുടെ കയ്യിൽ അവരുടെ കയ്യിലെ രേഖ അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? പിന്നെ എന്റെ ആങ്ങളമാരുള്ളത് കൊണ്ട് അവര് ചെന്ന് ബഹളം വെച്ചുകൊണ്ട് കുറച്ച് പൈസ ചിലർ കൊടുത്തു. കുറച്ചെന്ന് പറഞ്ഞാ 5000 മേടിച്ചവര് വല്ല 1000 500 അത്രയൊക്കെ. ഒരു വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാതായപ്പോഴും അവര് ആ ബൈക്കും കൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ ആ ബൈക്കാ ആ വാളും മന്മഥന്റെ ആൾക്കാരെ എടുത്തോണ്ട് പോയത്. അതിപ്പോ സാറേ, ഇവളുടെ വീട്ടിലെ ആങ്ങളമാരൊക്കെ ഗുണ്ടകളൊക്കെയാണ്. അവരൊന്ന് ചോദിക്കണ പോലെ ഞാൻ പോയി ചോദിച്ചാ പൈസ കിട്ടൂ? പിന്നെ സാറേ, ഒരു കാര്യം ചെയ്യണം സാർ എങ്ങനെയെങ്കിലും വിരട്ടി അവരെ കുറച്ച് പൈസ വാങ്ങിച്ചു തരുമോ സാറേ?
കൊടുത്ത പൈസയുടെ പകുതിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ബാക്കി അവര് കൊണ്ട് തിന്നോട്ടെ, പകുതിയെങ്കിലും വാങ്ങിത്തരൂ സാർ. ഈ ഓപ്പറേഷൻ കുബേരാന്ന് പറഞ്ഞാല് നിങ്ങളെ പോലുള്ള കുചേലന്മാരെ ഉദ്ധരിക്കാൻ നടക്കല്ല ഒരു കൊടുത്ത കാശ് തിരിച്ചു മേടിച്ചു തരാനും അല്ല. അപ്പൊ ഇയാള് പോലീസല്ല എടി, ഇങ്ങനെ പോലീസല്ല. ഇവിടെ 2 കൂട്ടരെ വരാറുള്ളൂ, ഒന്ന് പോലീസ് ഒന്ന് ഗുണ്ടേ. പരാതി കൊടുത്ത എന്റെ പേര് വാള് മന്മഥന് പറഞ്ഞു കൊടുത്തിട്ട് അവന്മാരെ കൊണ്ട് എന്നെ അടി വാങ്ങിച്ചു തരാൻ വേണ്ടി വന്നാണ് അല്ലേ? വാ എങ്ങോട്ട് വരാൻ? അപ്പൊ പോലീസാണ്. സാറേ ഒന്നും ചെയ്യില്ല സാറേ, പാവാ. ഞാൻ ആലോചിക്കാം. സാറേ പരാതി കൊടുത്ത ഞാനാണ്, അവളാണ്. നീ പറഞ്ഞില്ലേ? $905,000. 9,500 രൂപ എഴുതങ്ങോട്ട്. പിന്നെ അവനൊരു പണി കൊടുക്കണം കേട്ടോ. ഏയ് അവനല്ല, അവൻ 2 ദിവസം വൈകിയാലും പലിശ കൊണ്ട് തരും. മറ്റവനുണ്ടല്ലേ വേലു. അവനായിരുന്നു പോയി വരട്ടിയാലോ? നിനക്ക് നേരെ ചൊവ്വേ മരിക്കണമെന്നില്ലേ? അതൊന്നും ചെയ്യണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം. കാറിങ്ങോട്ട് വരുന്നുണ്ടല്ലോ, പലിശക്കാരാണെങ്കിൽ പറയണ്ടൊക്കെ അറിയാലോ. പിന്നെ അതെനിക്കറിയാം, ഇപ്പൊ ഇത്തിരി ടൈറ്റ് ആണ്. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ, ഗോൾഡ് അല്ലെങ്കിൽ ചെക്ക് അല്ലേ? അതുപോലെ തന്നെ പറഞ്ഞേക്കണം. എന്തായി പലിശ കാശൊക്കെ വന്നാണോ? അതെ. ഓ ഭയങ്കര ടൈറ്റ് ആണ് ഭായി. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു നോക്ക്. വരുമ്പോ ഒന്നിലെ ഗോൾഡ് അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരും മൂപ്പർക്ക്. അത് 2 തരാം, അത് കരുതിയിട്ടുണ്ട്. അത് മറ്റേ നമ്മുടെ ഈ മന്മഥൻ, മിസ്റ്റർ മന്മഥൻ ഒന്ന് കാണാനായിട്ട് പറ്റുമോ? ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പുള്ളി അങ്ങനെ എല്ലാവർക്കും മുഖം കൊടുക്കുന്ന ആളല്ല. ഞാൻ ഒന്ന് പറയോ? കാണണം. ഞാൻ ശരിയാക്കാം. ആരാ മനസ്സിലായില്ല? താങ്കളെ പോലെ മാനസിക പീഡനം അനുഭവിക്കണം ഒരുപാട് പലിശ കൊടുക്കുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇല്ലേ? അതുകൊണ്ട് ചിരിച്ചോണ്ട് വന്നിട്ട് കായ് ചോദിക്കും, പലിശ ചോദിക്കുമ്പോ മുഖം വീർപ്പിക്കും, പറ്റുമെങ്കിൽ നിങ്ങളുടെ 4 ചീത്തയും പറയും ഇല്ലേ? നിങ്ങൾ പറഞ്ഞത് എന്തായാലും 100% ശരിയാ. അല്ല, നിങ്ങള് പത്രത്തിൽ നിന്നാ? അല്ല. ഓ, സർക്കാർ ഉദ്യോഗസ്ഥൻ പെൻഷനാകാൻ പോവുകയാണ്. പെൻഷനായി കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റിയ പണിയാ. ഇവിടെ പെൻഷനായ പലരും എന്റെ അടുത്ത് വന്ന് ഉപദേശം ചോദിച്ചിട്ടാ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത്. അതെല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ആയിക്കോട്ടെ. അല്ല, അവിടെ അല്ല, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ മതി. പലിശക്കാര്യത്തിൽ കൺസൾട്ടന്റ് കൂടിയാണ് ഇല്ലേ? ചിരിക്കരുത്. ഈ ബിസിനസ്സിൽ ചിരിക്കരുത്. മറ്റേത് ബിസിനസ്സിലും ചിരിച്ചോണ്ട് വേണം ചെയ്യാൻ. പക്ഷെ ഈ ബിസിനസ് ചിരിച്ചോണ്ട് ചെയ്താൽ പൊളിയും. പിന്നെ അലിയരുത്, അലിവ് തോന്നരുത്. കരഞ്ഞോണ്ട് വന്ന് പറയും കുടുംബം തകരാറിലാണ്, കുടുംബം അവസാനിക്കാറായി, പിന്നെ ഡൈവേഴ്സിന്റെ വക്കിലാണ്, അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, ഇങ്ങനെ പലതും പറഞ്ഞു വരും. ഒരിക്കലും അലിവ് കാണിക്കരുത്. അപ്പൊ ഈ പലിശപ്പണി അങ്ങനെ നടക്കും? വന്ന് ചോദിക്കുമ്പോ ഉടനെ കാശെടുത്ത് കൊടുക്കരുത്. വരുമ്പോ പറയണം പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വാ, ഞാൻ നോക്കാം, എവിടത്തെങ്കിലും മറിച്ച് തരാം, ഇവിടെ ഇപ്പൊ പൈസ ഇല്ല പറയണം. അപ്പൊ ഈ ഉടനെ കായ് എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കായ് കെട്ടിരിപ്പുണ്ടെന്ന് വിചാരിക്കും അല്ലേ? അപ്പൊ പിന്നെ കള്ളന്മാര് കയറി കൊണ്ടുവരും. പിന്നെ അപ്പൊ എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അല്ല, ഈ ബിസിനസിന് പറ്റിയ ആളാ, ഇച്ചിരി കാര്യവിവരമുണ്ട്. പിന്നെ പലിശക്ക് നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞ് പലിശ വാങ്ങാൻ ചെല്ലുമ്പോ അവരോട് സംസാരിക്കാനോ കൊച്ചു വർത്തമാനം പറയാനോ നിൽക്കരുത്. അത് പാടില്ല. ഇങ്ങള് ചോദിച്ചാൽ നമ്മള് മൈൻഡ് ചെയ്യരുത്. പിന്നെ പെണ്ണുങ്ങളുമായിട്ടുള്ള പൈസ ഇടപാട് വേണ്ട. ധനനഷ്ടം, മാനഹാനി, പേരുദോഷം, ഇതെല്ലാം അനുഭവം കൊണ്ട് പറയണം കേട്ടോ. ഇതൊന്നും ആരും അങ്ങനെ പറഞ്ഞു തരുന്ന കാര്യമല്ല. പിന്നെ സിനിമ കാണല്, സീരിയൽ കാണല്, നാടകം കാണല്, വീക്കിലി വായന, പത്രം വായന, ഇതൊന്നും നമ്മുടെ ഈ പണിക്ക് പറ്റിയതല്ല. പിന്നെ 2 എണ്ണം കഴിക്കും എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി കഴിക്കരുത്. വീട്ടിൽ വാങ്ങിച്ചു വെച്ച് ഒറ്റക്കിരുന്ന് കഴിക്കണം. അല്ല, നിങ്ങള് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഈ ബിസിനസ് തുടങ്ങാനുള്ള ഒരു ക്യാപിറ്റൽ ഇൻകം, അതിന്റെ ഒരു അത് വേണ്ട. ഈ ഇംഗ്ലീഷ് നമ്മുടെ അടുത്ത് വേണ്ട. ഈ പലിശ വാങ്ങിക്കാൻ ഞാനോ പലവന്മാരും ഇംഗ്ലീഷ് പറഞ്ഞ് എൻ്റെ അടുത്ത് തെറി പറയാറുണ്ട്. പിന്നെ അവന്മാരുടെ അടുത്ത് തിരിച്ചു പറയാനായിട്ട് ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട്. ബ്ലഡി ഫൂൾ, ഇഡിയറ്റ്, സ്റ്റൂപ്പിഡ്, റസ്കൽ, ഇതെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്നും ഇങ്ങോട്ട് പറയില്ല. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു മൂലധനം, ഇതിന്റെ തുടക്കത്തിൽ ഒരു സംഖ്യ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണല്ലോ. കൊച്ചുനാളിൽ എനിക്ക് ചില്ലറ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, കുടുക്ക.
കുഞ്ഞുനാളില്. അത് ശരി. അപ്പൊ ഒരു ദിവസം ഞാൻ കുടുക്ക അങ്ങ് പൊട്ടിച്ചപ്പോ 22 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മച്ചി കണ്ടുകൊണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, മക്കളെ ആ പൈസ എഞ്ചി തരുമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ തരില്ല. കൊടുക്കൂല. അപ്പൊ അമ്മച്ചി എടുത്തതിൽ എന്നോട് പറയാ, നിനക്ക് 25 രൂപ ഞാൻ തിരിച്ചു തരും, നീ തരുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ തുടങ്ങിയില്ലേ നമ്മുടെ പലിശപ്പടി. അതാണ്. അപ്പൊ 22 ഉറുപ്പ്യ നിങ്ങളുടെ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറയുന്നത്. 22 രൂപ തുടങ്ങിയെങ്കിൽ എന്താ, ഇന്നിപ്പോ 15 ലക്ഷം രൂപ ഞാൻ വെളിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ശരി. പിന്നെ ഈ 15 ലക്ഷം ഒക്കെ പിരിഞ്ഞ് കയ്യിൽ വന്നു. 15 മുതലിങ്ങ് വന്നു. ഇനി 15 പേരെ കിടക്കണ്ട്. അല്ല, ഇനിയിപ്പോ പലിശ ഇനത്തിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫീൽഡിൽ സജീവമാണെന്നൊരു ഇത് വരുത്തണം. നമ്മൾ എപ്പോഴും ചോദിക്കാം പലിശ. അല്ല, നിങ്ങൾക്ക് ഇതിന് ഈ സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാനൊരു കാര്യം പറയാം, ഈ പണിക്ക് സമൂഹവുമായിട്ട് ഒരു ബന്ധവും പാടില്ല. ചില സമയം നമുക്ക് നമ്മളെ തന്നെ സംശയം തോന്നും ഈ പണി. പിന്നെ കൊട്ടേഷൻ സംഘം അത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാം, അത് ആവശ്യം വരുന്ന ഘട്ടത്തിൽ. അല്ല, നിങ്ങൾ ഈ ഒറ്റക്ക് പോയിട്ട് ആരെങ്കിലും വരട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ പിടിച്ചെടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനാ ഒറ്റയ്ക്കാ? നമുക്ക് സമൂഹത്തിലൊരു വില നിലയ്ക്കില്ലേ? കള്ളത്തരം പറയുന്നോടാ തെറ്റി. ഈ എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിയില്ലടാ, എന്റെ കുത്തിന് പിടിച്ച് നിർത്തിയില്ല, നടു റോഡി വെച്ച് എന്നെ എന്റെ ഭാര്യ നീ തെറി വിളിച്ചില്ലടാ. ആ വിളിച്ച് തെറിയൊക്കെ ഞാൻ ഇവിടെ പറയട്ടാ. അത് ശരി. എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ ബൈക്ക് നീ വിളിച്ചോണ്ട് വന്ന പെട്ടിയാട്ടെ നീ കൊണ്ടുപോകലടാ തെണ്ടി. ചെയ്യൂടാ, ഇനിയും ചെയ്യും. നീ ആളെ കുട്ടി എന്നോട് പകരം ചോദിക്കാൻ വന്നാണ്. നിങ്ങളെ കുറിച്ച് വേറെ കുറെ പരാതികളുണ്ട്. ഓഹോ, നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്ത ആരാ കായ് തരണത്? പറഞ്ഞിട്ട് എന്ത് വേണം? ഞാൻ ക്രൈം ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പൊ പറയാ, ആരെങ്ങൾക്ക് ഈ കച്ചവടം നടത്താനായിട്ട് കായ് തരും? സാർ, ഞാൻ ഈ ബിസിനസ് സുഖം സാർ. ഉപദേശക്കാരൻ ആഹാ, சொன்ன வேலையெல்லாம் முடிஞ்சுதா? எல்லாம் தீர்ந்தோம். தேங்காய் எல்லாம் ஒரு கூட்டி போட்டா? എല്ലാം സാർ വന്ന് നോക്കി എല്ലാ പണിയും നടത്തിട്ടോ. சரி, நான் வச்சுக்கோ, டீ குடிச்சுக்கோ. എന്താണ് സാർ 10 രൂപ? ஆமா, போய்க்கோ. ഒരു 150 രൂപയെങ്കിലും താ സാർ. அல்ல, நீங்க 2 மாசத்தை பலிச எனக்கு தரணும்ல, அதுலக்கு நான் கிழிச்சுக்கிறேன், நீ போ. ஓ, சொன்ன கேளு. ഇതിന് താൻ അനുഭവിക്കോളൂ. அங்க காசு வேண்டதெல்லாம் வேணும். யாரு வருது? നിങ്ങളാണോ ഈ സുഗതൻ? நான் தான் சுகதன். நீங்க யாரு? என்ன வேணும்? അല്ല, അത് പിന്നെ പറയാ. നിങ്ങൾ ഈ മന്മഥൻ എന്ന് പറയുന്ന ഒരു പലിശക്കാരന് ഒരു 7 ലക്ഷം ഉറുപ്പ യാതൊരു എവിഡൻസും കൂടാതെ കൊടുത്തിരുന്നു. 7 அல்ல 14 லட்சம் ரூபாய் கொடுக்குறீங்க. அதுக்கு என்கிட்ட ரேகை இருக்கு. അല്ല, അതിങ്ങനെ ബേജാറാവണെന്തിനാ ഞങ്ങള്? ഓന്റെ പേര് പറഞ്ഞപ്പോ തന്നെ എങ്ങനെ കാണിച്ചാ ഓനെന്തിന് പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമല്ലോ. അല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ അവന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മേടിക്കണം. ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ പൈസ കൊടുത്തത് അവന്, അത് അവങ്ങിട്ട് വാങ്ങുறதுக்கு എനിക്ക് ആംപിയർ ഇருக்கு. ഈ ആംപിയർ എന്താന്ന് മനസ്സിലായില്ല. അവന്റെ വീടിന്റെ പ്രമാണം. അത് ആംപിയർ അല്ല, ആധാരം. ஆமா, ஆதார் இருக்கு, செக் லீஃப் இருக்கு, ப்ரோமேட்டரி நோட் இருக்கு. ഇതെല്ലാം വെച്ച് ഞാൻ അവനെ കൊടുക്കും. അവന് ഞാനുമായുള്ള ബന്ധം നിർത്താൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. ഇനി എല്ലാം ഞാൻ കോടതിയിൽ കൊടുത്ത് അവനെ കോടതി കേട്ടു. ഇല്ലണ തുണ്ടു തുണ്ടാക്കി വെട്ടിടുവാനാണ് അവനെ. ആഹാ, சேர்ந்துதா വന്നിരിക്കുതാ. എന്താണ് നീ പറയുന്നത്? തമിഴ്നാട്ടിൽ നിന്ന് ഏതോ അണ്ണാച്ചിരി പൈസ അടിച്ചുകൊണ്ട് കള്ളവണ്ടി കയറി ഇവിടെ വന്നിറങ്ങിയ നിന്നെ രായ്ക്ക് രാമായണം ഒളിപ്പിച്ച് നിനക്ക് അന്തസ്സായിട്ടൊരു തൊഴിലും ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? പലിശപ്പടി. എന്നിട്ട് നീ എന്നെ അരിയോടാ അറിയണം. അത് ശരി. അപ്പൊ நீங்க കേരളത്തുകാർ എല്ലാവരും சேர்ந்து என்ன ஏமாத்த பாக்குறியா? അത് അന്ത മാതിരി വിളയാട്ടൊന്നും ഇങ്ങ വേണ്ട. നീ ആര്? സുഗത, ഈ കണ്ണുരുട്ടി അവരെ പാത്ത് എന്നെ ഭയപ്പെടുത്തൊന്നും വേണ്ട. ഇതവിടെ പെരിയ ഗുണ്ടയെ ഞാൻ പാത്തിருக்கு. ഇത് ഗുണ്ട ഉണ്ടെന്നല്ല, ഇത് ക്രൈം ബ്രാഞ്ചാ. இல்லைங்க சார், அது நான் சார் ஒரு நிமிஷம் சார், என் ஃப்ரெண்டு ஃபோனில். ഞാൻ பேசுறேன். அல்லங்க சார், அது அப்புறம் കുടുങ്ങി മിണ്ടാതില്ല. സുഗതണ്ണ, ഞാൻ സത്യശീലനാ. അതെ, പലിശക്കാരെ പിടിക്കാൻ ഓപ്പറേഷൻ ചെയ്യാൻ ആരാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അവരാരേലും വന്ന് തപ്പിയാ ഒന്നും കിട്ടരുത്. എങ്ങനെയൊക്കെ കറക്കി തിരിച്ച് ചോദിച്ചാൽ എന്റെ പേര് പറഞ്ഞു പോകരുത്. പിന്നെ എന്റെ അടുക്കൽ ഈ വക സൈസ് ഒന്നും വരില്ല, അതെനിക്കറിയാം. വന്നാൽ എങ്ങനെ നിൽക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ അതൊന്ന് സൂക്ഷിക്കണം. ശരി. ഇതാരാണോ ഈ സത്യശീലൻ? സാറേ, അത് அவரு தாங்க எனக்கு எல்லாம். எனக்கு இந்த பிசினஸுக்கு பணம் கொடுத்தது அவரு தாங்க. അവര് താങ്ക ഇന്ന തൽക്കാലം വണ്ടിയിൽ കയറി കേട്ടോ. அல்லங்க நான் നടക്കാണ്.
ஏமாத்திக்கிட்ட ஒன்று சொல்லிட்டு വണക്കം സുഗതണ്ണേ. வணக்கம். ദേ, എല്ലാരും ഉണ്ടല്ലോ. മന്മഥൻ. നമസ്കാരം. ഇതാരാ? പുതിയ പാർട്ണറാ? அல்லிங்க அவர் வந்து கிரைம் பிரான்ச் ஆபீசர். ക്രൈംബ്രാഞ്ച് ഓഫീസർ. നമസ്കാരമുണ്ട് സാർ. ഇരിക്കണം, ഉക്കാരെ. ഓ വളരെ സന്തോഷം. അപ്പോ എത്ര വേണം? ഞാൻ പലിശക്ക് എടുക്കാൻ വന്നല്ല, അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നതാ? ഇൻവെസ്റ്റ് ചെയ്യാനല്ല, ഇൻവെസ്റ്റിഗേഷന് വന്നാണ്. നിങ്ങളുടെ ഈ പലിശ കമ്പനിയിൽ ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എവിടൊക്കെയാണ് പ്രവർത്തിക്കണമെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ അന്വേഷണത്തിന് വന്നതാണ് സാറ്. എന്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നില്ലല്ലോ. പൈസക്ക് ബുദ്ധിമുട്ടുള്ള ആളുകള് എന്റെ അടുത്ത് വന്ന് സങ്കടം പറയുമ്പോ ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ. സഹായിക്കുന്നത് ഒരു തെറ്റാണോ? ഒരിക്കലല്ല. വർഷപ്പലിശ, മാസപ്പലിശ, ആഴ്ചപ്പലിശ, മണിക്കൂർ പലിശ, മിനിറ്റ് പലിശ, ഇനി സെക്കൻഡ് പലിശയും കൂടി ഉണ്ടോ കടയിൽ? എന്റെ സാറേ, രാവിലെ വന്ന് ഗതി കെട്ട് തലയും ചൊറിഞ്ഞ് 10,000-15,000 വാങ്ങിച്ചുകൊണ്ട് പോയി മത്തിക്കച്ചവടം നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഞാൻ മണിക്കൂറിന് പൈസ വാങ്ങിക്കും. അതിലെന്താ തെറ്റ്? നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെന്താ അവർക്ക് കാശ് കൊടുക്കാത്തത്? ഞങ്ങളുടെ ജോലി ആയല്ല. ജോലി. എന്റെ സാറേ, എന്നെ കൊണ്ട് വെറുതെ ഓരോന്ന് പറയിപ്പിക്കരുത്. പല ഡിപ്പാർട്ട്മെന്റിലെയും പല ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് എന്റെ കയ്യിൽ നേരിട്ടും അല്ലാതെയും പൈസ ഏൽപ്പിച്ചിട്ടുണ്ട്. അവര് മാസാമാസം അതിന് പലിശ വാങ്ങിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളത് ഇതൊന്നും പോയി അന്വേഷിക്കാത്തത്? നിങ്ങൾ ഈ പലിശക്കാര് കാരണം എത്ര ആളുകൾ ആത്മഹത്യ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എത്ര ആൾക്കാർ സ്വന്തം നാട് വിട്ടുകൊണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? പെണ്ണിനെ കെട്ടിക്കാൻ കാശില്ലാതെയും ഗൾഫിലേക്ക് പോകാൻ വിസയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെയും ആളുകൾ കരഞ്ഞ് പറഞ്ഞ് കാല് പിടിക്കുമ്പോ ഞാൻ അവർക്ക് പൈസ എടുത്ത് കൊടുക്കും. മറ്റുള്ളവരുടെ വേദന കണ്ട അലിയുന്ന മനസ്സാണ് എന്റേത്. അവരെ സഹായിക്കുന്നതാണോ കുറ്റം? അത് അന്വേഷിക്കാനാണ് നിങ്ങൾ വന്നത്? അലിയുടെ മനസ്സിലെന്താണ്? നിങ്ങൾ കൊടുത്തതിന്റെ അപ്പുറത്തേക്ക് തിരിച്ചു കിട്ടുമ്പോഴും പിന്നെ ഒന്ന് ബാക്കി വേണ്ടാന്ന് പറയാനുള്ള മനസ്സിലാത്തത്. ഇതാണോ നിങ്ങളുടെ മഹാമനസ്കത? ഇതിന് മഹാമനസ്കത എന്നല്ല പറയാ, സഹായം എന്നല്ല പറയാ. അതിനെന്താ പറയാന്നറിയോ? കഴുത്തറുപ്പ്, കഴുത്തറുപ്പ്. അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആൾക്കാരുടെ നാട്ടുകാർ ഗ്രേഡ് എന്നുള്ള ഒരു ചെല്ലപ്പേരും കൂടി കൂട്ടി വിളിക്കണത്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ പലിശ വ്യാപാരത്തിലെ പങ്കാളികൾ? ആരൊക്കെയാണ് നിങ്ങൾക്ക് കാശെത്തിക്കണത്? റോഡരികിൽ പുലിക്കച്ചവടം നടത്തിയിരുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വലിയ ബംഗ്ലാവും ഇത്രയും വലിയ കാറും പണവും പ്രതാപവും ഒക്കെ ഉണ്ടായത്? എന്തൊരു കഷ്ടമാണ് നോക്ക്. എന്റെ സാറേ, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ ചെലവാക്കി വലിയ വീടുകൾ പണിയുന്നുണ്ടല്ലോ ആളുകൾ. നീളത്തിലുള്ള വലിയ കാറുകൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഇവർക്ക് ഇതൊക്കെ പണിയാനും കാറിൽ കാറ് വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്നാണ്? അതെന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്? അത് വേണ്ട സാറേ, സാർ അതിന് ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ല. എന്തിന്? പ്രൈവറ്റ് ബാങ്കുകാർ പലിശ വാങ്ങിക്കുന്നില്ലേ? അതിനവർക്ക് സ്വർണമോ പ്രമാണമോ കൊടുക്കണ്ടേ? ചെന്നാ ഉടനെ കിട്ടുമോ? ഇനി പൈസ അടച്ചില്ലെങ്കിൽ ബാങ്കുകാർ നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പോയിട്ട് ബാങ്കുകാരെ ചീത്ത പറയുവോ? ഇതിനൊന്നും ഉത്തരം പറയേണ്ട എന്റെ ഡ്യൂട്ടി അല്ല. എനിക്ക് തെളിവ് മാത്രം ഹാജരാക്കിയാൽ മതി. സാറേ, ഞങ്ങളെ പോലുള്ളവരെ ശിക്ഷിക്കണമെന്നും പിടിച്ച് ജയിലിലിടണമെന്നും ഓർഡർ കൊടുക്കുന്നവരും മുറവിളി കൂട്ടുന്നവരും എന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ലക്ഷങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെഴുതി തന്ന ചെക്കിന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ സാറിന് കാണിച്ചു തരാം. ചെക്കിലെ ഒപ്പ് കണ്ടാൽ സാറിന് പല ആളുകളെ മനസ്സിലാവും. കാണിച്ചു തരണോ? ഞാൻ അതൊക്കെ നിങ്ങൾ കോടതിയിൽ കാണിച്ചാൽ മതി. ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത്. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റുള്ളൂ. അയ്യോ സാർ, അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് ഞങ്ങൾ ഒരു നിമിഷം മറന്നുപോയി. എന്തായാലും അറസ്റ്റ് ചെയ്യാൻ വന്നതാണല്ലോ, അറസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് ഒരു കോൾ ചെയ്യാനൊന്ന് അനുവദിക്കണം. ഹലോ. നമസ്കാരം സാർ. സത്യശീലനം. ക്രൈംബ്രാഞ്ചിൽ നിന്നേ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കൊടുക്കാം. ഹലോ സാർ, ഞാൻ കോയാണ് സാർ. സാർ ഓക്കെ സാർ. ഇല്ല ഞാൻ ഇറങ്ങാൻ സാർ. ആയിക്കോട്ടെ. ഇല്ല സാർ. ഓക്കെ. അറസ്റ്റ് ചെയ്യൂ സാർ. ഞാൻ എന്താ ഇവിടെ മറ്റേ സൊസൈറ്റിയിൽ വളം കൊടുക്കുന്നുണ്ട്. ഇത്ര വെറുതെ. നിങ്ങൾക്ക് എന്തിനാണ് വളം? കൃഷിയൊന്നുമില്ലല്ലോ. ഇല്ല, വീട്ടിലിരുന്നോട്ടെ. അതിനിപ്പോ എന്താ വെറുതെ കിട്ടണല്ലേ സർക്കാർ അറിഞ്ഞ. എന്താണ് വലിയ ധർമ്മക്കാര് വരുമ്പോ കൊടുത്തൂടെ? വലിയ കൃഷിയുള്ള ധർമ്മക്കാരന്റെ അവിടെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ അവറ്റക്കൊക്കെ വെറുതെ കൊടുക്കാം. ID പ്രൂഫ് വേണം. സർട്ടിഫിക്കറ്റ് ഇവിടെ. ഇതാണ് സർട്ടിഫിക്കറ്റ്. ശരി.
ഓക്കെ ഇതൊക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ